Hi, my dear students, good morning. Today we are concentrate on the last part of poetic forms. There are 6 terms we have to discuss in this class. First one Jintishi, second one Ghazal, third one Rubai, fourth one prose poetry, fifth one narrative poetry, and sixth one performance poetry. Okay, let me start one by one. First, Jintishi. A very popular classical Chinese writing form which evolved in the 5th century. 2 പോയിൻ്റാണ് ഒന്ന് ക്ലാസിക്കൽ ചൈനീസ് പോയറ്റിക് ഫോമാണ് ക്ലാസിക്കൽ ചൈനീസ് പോയറ്റിക് ഫോം ഇൻ വിച്ച് ഇൻവോൾവ് ഇൻ ദി 5th century. 5ാം നൂറ്റാണ്ടിൽ ചൈനീസ് ക്ലാസിക് ഫോമായിട്ട് വന്നതാണ് ജിന്തിഷി. The term refers to modern form of poetry, distinguishing it from the ancient one. ഇത് മോഡേൺ ഫോം ഓഫ് പോയട്രി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഡിസ്റ്റിങ് ഫ്രം ആൻഷ്യൻറ്റ് വൺ മീൻസ് ദർ ഇസ് സം കൈൻഡ് ഓഫ് ഡിഫറൻസസ്. അത് നിങ്ങൾ വായിക്കുന്നില്ല, നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലാസിക്കൽ ചൈനീസ് പോയട്രിയാണ് ഇൻ 5th century. It is regulated verse form which follow a set of tonal variations and rigid structural features. It has a set of tonal variation and rigid structural features. ആണ് ഓർത്ത് വെക്കുക. ടോണൽ വേരിയേഷൻ ഉണ്ടാവും, റിജിഡ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജിന്തിഷി ഡിസ്കസ് കോമൺ തീംസ് ലൈക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്സ്. ജിന്തിഷി ഡിസ്കസ് കോമൺ തീംസ് ലൈക്ക് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്. അതിന് തീം ഹിസ്റ്ററിയും പൊളിറ്റിക്സും ആവും. നമ്മൾ ഒരിക്കലും വിചാരിക്കൂല അല്ലേ, അങ്ങനത്തെ ഒരു പോയമാണ്. എ ടിപ്പിക്കൽ ജിന്തിഷി ഹാസ് 8 ലൈൻ ഇൻ 4 കപ്ലറ്റ്. അപ്പോൾ 8 ലൈൻസാണ് ഉണ്ടാവുക. 4 കപ്ലറ്റ്. കപ്ലറ്റ് 2 ലൈൻ പോയമാണ്. അപ്പം 8 ലൈൻസ് ആകുമ്പോൾ 4 കപ്ലറ്റ്സ് ഉള്ള 8 ലൈൻസ് വിത്ത് ദ 11 ലൈൻസ് റൈമിങ് വിത്ത് ഈച്ച് അതർ. അതിൽ 11 ലൈൻസ് ഉണ്ടാവും റൈമിങ് വിത്ത് ഈച്ച് അതർ. റൈമിങ് ഒരുപോലെ ആവുന്ന ലൈൻസ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൈനീസ് ക്ലാസിക്കൽ പോയറ്റിക് ഫോം ഇവോൾവ് ഇൻ 5th century. പിന്നെ ഇതിൽ എന്താണ് റെഫർ മോഡേൺ ഫോം ഓഫ് പോയട്രി ഡിസ്റ്റിങ്വിഷിങ് ഇറ്റ് ഫ്രം ദ ആൻഷ്യൻ വൺ. ഇതൊരു മോഡേൺ ഫോം ഓഫ് പോയട്രിയാണ്. ആൻഷ്യൻ ടോണിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡേൺ ഫോം ഓഫ് പോയട്രിയാണ്. ഇറ്റ് ഹാസ് ടോണൽ വേരിയേഷൻസ് ആൻഡ് റിജിഡ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. അതിന് ടോണിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. റിജിഡ് സ്ട്രക്ചറാണ്, അതിൽ ഫ്ലെക്സിബിൾ അല്ല, മാറ്റാൻ പറ്റുന്ന അല്ല, അതാണ് റിജിഡ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. പിന്നെ ഇറ്റ് ഹാസ് തീംസ് ലൈക്ക് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്. പിന്നെ ജിന്തിഷ് ഹാസ് 8 ലൈൻ വിത്ത് 4 കപ്ലറ്റ് അല്ലേ. ജിന്തിഷ് ഹാസ് 8 ലൈൻ ഇൻ 4 കപ്ലറ്റ് വിത്ത് 11 ലൈൻ റൈമിങ് വിത്ത് ഈച്ച് അതർ. 11 ലൈൻ ഉണ്ട് റൈമിങ് വിത്ത് ഈച്ച് അതർ ആവും എന്നാണ് പറയുന്നത്. ഇതാണ് ജിന്തിഷി എന്നുള്ള പോയറ്റിക് ഫോം. നെക്സ്റ്റ് വി ഹാവ് ഗസൽ. ഗസൽ നിങ്ങൾക്ക് അറിയുന്നതാവില്ലേ. 7th century പേർഷ്യൻ പോയറ്റിക് ഫോം വിച്ച് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ അറബിക് പോയട്രി. അപ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു പേർഷ്യൻ ചൈനീസ് ആണ്. പേർഷ്യൻ പോയറ്റിക് ഫോം in 7th century. Persian poetic form in 7th century. Origin in Arabic poetry. It has origin in Arabic poetry. എന്താണ് 7 and the first point എന്താണ്, Persian poetic form ആണ്. Origin in 17th century with Arabic poetry. Okay. It is a collection of couplet called ഷെർ. അത് ഓർത്ത് വെക്കണം. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഷെർ, SHER. ഷെർ എന്ന് പറഞ്ഞാൽ കപ്ലറ്റിന് അറബി പോയറ്റിൽ വിളിക്കുന്നതാവും ഷെർ, SHER. എ ഗസൽ മേ കൺസിസ്റ്റ് ഓഫ് 6 to 7 ഷെയർസ്. ഒരു ഗസൽ എന്തുണ്ടാവും, കപ്ലറ്റിന് വിളിക്കുന്ന പേരാണ് ഷെർ, SHER. എന്താണ് ഗസലിൽ 6 to 7 ഷെയർസ് ഉണ്ടാവും. മീൻസ് 6 to 7 ഷെയർസ് മീൻസ് ഷെയർ 6 to 7 കപ്ലറ്റ്സ്. അപ്പോൾ 12 ലൈൻസ് അല്ലേ, 2 ലൈനല്ല വരിക. അപ്പോൾ 12 ലൈൻസ് അല്ലെങ്കിൽ 14 ലൈൻസ് ഉണ്ടാവും. ഈച്ച് ഷെർ ഈസ് കംപ്ലീറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് കണ്ടെയ്ൻസ് ഇൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ഐഡിയ. ഓരോ ഷെറും കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇറ്റ് സെൽഫ്. ഓരോന്നിനും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോ ഷെറും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോന്നിനും ഓരോ ഐഡിയ ഉണ്ടാവും. ഇൻഡിപെൻഡൻ്റ് ആണ്, അത്രേ ഉള്ളൂ. ദീസ് ഷെയർസ് ഹാസ് ട്രമൻഡസ് quotability and are highly philosophical, exploring themes of love and suffering. ഗസലിൽ പറയുന്ന തീം എന്താവും, ലവ് ആൻഡ് സഫറിങ്. ഓർത്ത് വെക്കണേ, ലവ് ആൻഡ് സഫറിങ് ആവും. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ട്രമൻഡസ് കോട്ടബിലിറ്റി ആൻഡ് ഹൈലി ഫിലോസോഫിക്കൽ. എന്താണ് കോട്ടബിൾ, നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ലൈൻസ് ഉണ്ടാവും. അതുപോലെ ഫിലോസോഫിക്കൽ ആവും അതിൻ്റെ ലൈൻസ്. തീംസ് എന്താവും, ലവ് ആൻഡ് സഫറിങ് ആവും. ഓക്കെ.
All the shers, shers, in ghazals follow a meter called beher, beher. ഷെറിൻ്റെ എസും ക്യാപിറ്റൽ ഇടണം, ബെഹറിൻ്റെ ബിയും ക്യാപിറ്റൽ ഇടണം. ബെഹർ മീറ്ററിൻ്റെ പേര് ബെഹർ എന്നാണ്, beher. The rhyming pattern of ghazal is called kafiya, Kaffiya, kafiya. The rhyming pattern of ghazal is called kafiyas, Kaffiya, and the refrain called radif. Refrain പറയുന്നത് radif, radif. Ghazals are very popular in India and Pakistan. എന്താണ്? Ghazals are very popular in India and Pakistan. ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. പോപ്പുലർ ഗസൽസ് സിംഗേഴ്സ് ആർ ജഗീത് സിംഗ്. ജഗീത് സിംഗിൻ്റെ സ്പെല്ലിംഗ് JAGJIT, JAGGIT, സിംഗ്, SINGH. മിർസ ഗാലിബ്, നിങ്ങൾ കേട്ടു, മിർസ ഗാലിബിലെ MIRZA, മിർസ ഗാലിബ്, GHALIB. ഗുലാം അലി, ഗുലാം അലി കേട്ടു, GHULAM അലി, ALI. ആൻഡ് ഫാരിദ ഖാൻ, FARIDA ഖാൻ, KHAN. ഓക്കെ. നെക്സ്റ്റ് അതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പേർഷ്യൻ പോയട്രിക് ഫോമാണ്, 7th സെഞ്ച്വറിയിലാണ്, അറബിക് പോയട്രിയാണ്. പിന്നെ അതിന് കപ്ലറ്റിന് വിളിക്കുന്ന പേര് ഷെറാണ്. 6-7 ഷെർ ഉണ്ടാവും. പിന്നെ ഈ ഷെർ ഹാസ് ഇൻഡിപെൻഡൻറ്റ് ലവ് ആൻഡ് സഫറിങ് ആവും തീം. ഷെർ ഈസ് ഗസൽ ഫോളോഡ് ബൈ കോൾഡ് ബെഹർ, മീറ്റർ ബെഹറാണ്. പിന്നെ അതിൻ്റെ ഗസലിൻ്റെ റൈമിങ് പാറ്റേൺ നമ്മൾ കാഫിയാത്ത് എന്നാണ് വിളിക്കുക. റിഫ്രൈമിന് റാഡിഫ്, റിഫ്രൈം മീൻസ് റിപ്പീറ്റഡ് ലൈൻസിൻ്റെ പോയം റാഡിഫാണ്. ഇന്ത്യയിലും പാകിസ്ഥാനും പോപ്പുലറാണ്. പിന്നെ ജഗീത് സിംഗ്, മിർസ ഗാലിബ്, ഗുലാം അലി ആൻഡ് ഫാരിദ ഖാൻ റൈറ്റേഴ്സ്. അത്ര ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വി ഹാവ് റുബായ്, എ പേർഷ്യൻ വേഴ്സ് ഫോം ഇൻ സ്റ്റാൻസിക് സ്ട്രക്ചർ ഓഫ് ക്വാട്രൈൻ. ക്വാട്രൈൻ സ്ട്രക്ചറുള്ള പേർഷ്യൻ വേഴ്സ് ഫോമാണ് റുബായ്. Rubai is the Arabic term for quatrain. Quatrain ഉള്ള അറബിക്ക് പേരാണ് റുബായ്. Quatrain means 4 line stanza. Rubaiyat, RUBAIYAT. Popular of Rubai is collection of quatrains. Rubaiyat collection of quatrains ആണ്. On the lines expert the third in Rubai rhyming with each other. എല്ലാ ലൈൻസും അല്ല, തേർഡ് ലൈൻ. All the line except third line. തേർഡ് ലൈൻ മാത്രം എന്തെയില്ല, റൈമിങ് വിത്ത് ഈച്ച് അതർ ഉണ്ടാവില്ല. ഒമർ ഖയ്യാംസ് റുബയ്യാത്ത് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഇല്ലുസ്ട്രേഷൻസ് ഓഫ് ദിസ് വേഴ്സ് ഫോം. ഉമർ ഖയ്യാമിൻ്റെ KHAYYAM, ഒമർ ഖയ്യാമിൻ്റെ റുബയ്യാത്താണ് അതിന് ഇമ്പോർട്ടൻറ്റ് വേഴ്സ് ഫോം. ഓക്കെ. നെക്സ്റ്റ്, പ്രോസ് പോയട്രി. ക്ലെയിം ടു ബി പോയറ്റ് ബട്ട് അപ്പിയേഴ്സ് ലൈക്ക് പ്രോസ് പീസ് റിട്ടൺ ഇൻ എ പാരഗ്രാഫ്. പറയപ്പെടുന്നത് എന്താണ്? പോയം എന്നാണ്. പക്ഷേ അപ്പിയേഴ്സ് ലൈക്ക് എ പ്രോസ് പീസ് റിട്ടൺ ഇൻ എ പാരഗ്രാഫ് ആക്കി എഴുതുന്ന ഒരു പോയട്രിയാണ്. പക്ഷേ പ്രോസിനെ പോലെയാണ് തോന്നുക. ദ ലൈൻ ബ്രേക്സ് ടിപ്പിക്കൽ ഓഫ് പോയട്രി ആർ ആബ്സെൻറ്റ്. ലൈൻ ബ്രേക്ക് ഉണ്ടാവില്ല. മീൻസ് നമ്മൾ പോയട്രി ആകുമ്പോൾ ലൈൻസ് ഉണ്ടാവില്ല. ലൈൻ ബ്രേക്കോ അല്ലെങ്കിൽ ടിപ്പിക്കൽ പോയട്രി ആർ ആബ്സെൻറ്റ്, അതൊന്നും കാണില്ല. മീൻസ് ഒരു എന്താ പറയുക, പോയട്രി എന്ന് പറയും പക്ഷേ പ്രോസിനെ പോലെ. ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് ജാനർ written not in verse form and contains features such as rhyme, meter, images, figure of speech and other poetic technique. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഹൈബ്രിഡ് ജാനർ. ഹൈബ്രിഡ് പറഞ്ഞാൽ എന്താണ്? എല്ലാം കൂടി ചേർന്നല്ലേ, ഹൈബ്രിഡ് കോമ്പിനേഷൻ ഓഫ് മെനി. ഹൈബ്രിഡ് ജാനർ ടൈപ്സ്. ഇപ്പോൾ നമുക്ക് പോയട്രി ആണോ എന്താണ് പ്രോസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. ഹൈബ്രിഡ് ജാനർ റിട്ടൺ നോട്ട് ഇൻ വേഴ്സ് ഫോമിലല്ല എഴുതുക, പോയറ്റിക് ഫോമിലല്ല എഴുതുക, മീൻസ് പോയമിൻ്റെ പോലെയല്ല എഴുതുക. കണ്ടെയ്ൻ ഫീച്ചേഴ്സ് വെച്ച് റൈം, മീറ്റർ, ഇമേജസ്, ഫിഗർ ഓഫ് സ്പീച്ച്, അതർ പോയറ്റിക് ടെക്നിക്കും എല്ലാം ഉണ്ടാവും. ഫിഗർ ഓഫ് സ്പീച്ചും ഇമേജസും മീറ്ററും റൈമും റീതും ഒക്കെ ഉണ്ടാവും. ഓക്കെ. പക്ഷേ പ്രോസിൻ്റെ പോലെയാണ് എഴുതുക. റൈറ്റേഴ്സ് ഓഫ് പ്രോസ് പോയട്രി ഇൻക്ലൂഡ് AMY ലെവൽ, AMY ലെവൽ, AMY ലെവൽ, റൈനർ മാരിയ റെയിൽക്ക്, എഡ്ഗർ അലൻ പോ, വാൾട്ട് വിറ്റ്മാൻ, ക്ലാരിസ് ലിസ്പെക്ടർ. ഇത്ര ആൾക്കാരാണ് അതിൻ്റെ റൈറ്റേഴ്സ്. AMY ലെവൽ, റൈനർ മാരിയ റൈക്ക്, എഡ്ഗർ അലൻ പോ, വാൾട്ട് വിറ്റ്മാൻ, ക്ലാരിസ്
ലിസ്പെക്ടർ. ഇത്രയും ആൾക്കാരാണ് അതിൻ്റെ റൈറ്റേഴ്സ് കേട്ടോ. നെക്സ്റ്റ് വി ഹാവ് നറേറ്റീവ് പോയട്രി. ഫിഫ്ത്ത് വൺ, നറേറ്റീവ് പോയട്രി is a genre of poetry that tells a story or narrate an event. Narrative എന്ന് പറഞ്ഞാൽ നറേഷൻ ഇൻ ദ ഫോം ഓഫ് നോവൽ ഇൻ ദ ഫോം ഓഫ് നറേഷൻ എന്നാണ് പറയാം. നെറേറ്റീവ് പോയട്രി എന്ന ജാനർ ഓഫ് പോയട്രി ദാറ്റ് tells a story or narrate an event. സ്റ്റോറി പറയുക അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നറേറ്റ് ചെയ്യാം. റിട്ടൺ ഇൻ പോയറ്റിക് ഫോം, ഇറ്റ് ഹാസ് ക്യാരക്ടേഴ്സ്, പ്ലോട്ട്, സെറ്റിംഗ്, ഡയലോഗ്. ഡ്രാമക്ക് ഉണ്ടാകുന്ന ഫീച്ചേഴ്സാണ്. ക്യാരക്ടേഴ്സ് ഉണ്ടാവും, പ്ലോട്ട് ഉണ്ടാവും, സെറ്റിംഗ് ഉണ്ടാവും, ഡയലോഗ് ഉണ്ടാവും. അതിൽ ഒരു ഡ്രാമൻ്റെ പോലെയുള്ള പോയട്രി. Some of the popularity poems are Out by Robert Frost. ഒരു പോയമിൻ്റെ പേരാണ്, നറേറ്റീവ് പോയറ്റിൻ്റെ പേരാണ് Out by Robert Frost. The Owl and the Pussycat. Owl and the Pussycat by Edward Lear. The Fish by Elizabeth Bishop. എന്തൊക്കെയാണ്? Out by Robert Frost, The Owl and the Pussycat by Edward Lear, The Fish by Elizabeth Bishop. Performance poetry. Performance poetry is a genre regarded as an invented by Edwin Gosky. അപ്പോൾ അയാളുടെ പേര് ഓർത്ത് വെക്കണം. HEDWIG. എഡ്വിക് ഗ്രോസ്കി. GORSKI. എഡ്വിക് ഗോസ്കി ഇൻ 1970s. ഇയാളാണ് ഈ പെർഫോമൻസ് പോയട്രി കണ്ടെത്തിയ ആൾ. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ദ സ്പോക്കൺ വേൾഡ്, എ റിവൈവൽ ഓഫ് ഓറൽ ട്രഡീഷൻ. സ്പോക്കൺ വേൾഡിൻ്റെ അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻ്റെ ഒരു റിവൈവൽ, നമ്മൾ ബാലഡ് പറഞ്ഞ പോലെ. പോയട്രി ഗെറ്റ്സ് എനാക്റ്റഡ് ബിഫോർ ദ ഓഡിയൻസ്, അക്കമ്പനീഡ് ബൈ മ്യൂസിക്, മൂവ്മെൻറ്റ്സ്, ജെസ്റ്റേഴ്സ് ആൻഡ് ഇൻറ്റോനേഷൻ. നമുക്ക് എന്താ പോയട്രി ആൾക്കാരുടെ ഓഡിയൻസിന് മുമ്പിൽ എനാക്ട് ചെയ്ത് കാണിക്കാം. അക്കമ്പനീഡ് ബൈ മ്യൂസിക്, മൂവ്മെൻറ്റ്സ്, ജെസ്റ്റേഴ്സ്, ഇൻറ്റോനേഷൻ. നമ്മൾ സ്ട്രെസ് ഇൻറ്റർനേഷനൊക്കെ പറഞ്ഞ അതുപോലെ മീൻസ് അത് നമ്മൾ ഓരോ ലൈൻ ഉച്ചരിക്കുമ്പോൾ അതിനൊരു നമ്മളെ എക്സ്പ്രഷനൊക്കെ മാറുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ ശരിക്കും ഒരു ഡ്രാമ ചെയ്യുന്ന പോലെയാണ്. ഇൻ പെർഫോമൻസ് പോയട്രി ദ പേജ് ട്രാൻസ്ഫോം ഇൻ ടു സ്റ്റേജ്, ദ റീഡിങ് ബിക്കംസ് തിയേറ്ററിക്കൽ പെർഫോമൻസ്. പേജസ് എന്താണ്? ഒരു സ്റ്റേജായിട്ട് മാറും. മീൻസ് ഓരോ പേജ് വായിക്കുമ്പോൾ ഓരോ ഇൻറ്റൻഷനിലൂടെ വായിക്കുക. റീഡിങ് ബിക്കെയിം തിയേറ്ററിക്കൽ പെർഫോമൻസ്. Quite often, experimental rhymes are used to engage the attention of the audience. എന്താണ്? എക്സ്പെരിമെൻ്റൽ റിതംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. Two significant contributions to these genres are Patricia Smith's performance of Medusa, MEDUSA. അപ്പോൾ പാട്രിക് സ്മിത്തിൻ്റെ പെർഫോമൻസ് ഓഫ് മെഡ്യൂസയും എ ഫെമിനിസ്റ്റ് പോയമാണ് മെഡ്യൂസ. ആൻഡ് സാറ KAY, സാറ കെൻ്റെ പെർഫോമൻസ് ഓഫ് ഹിരോഷിമ. രണ്ട് പോയമാണ്, പെർഫോമൻസ് ഓഫ് മെഡ്യൂസ ആൻഡ് പെർഫോമൻസ് ഓഫ് ഹിരോഷിമ. എഴുതിയാൽ സാറ KAY എന്നാണ് അറിയാം. പിന്നെ മറ്റത് മെഡ്യൂസ എഴുതിയാൾ പാട്രിക്ക സ്മിത്ത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇന്ന് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡായിട്ട് ക്ലാസ് എടുത്തു, കാരണം എല്ലാ പോയിൻറ്റും ടെക്സ്റ്റ് ബുക്കിൽ വളരെ കറക്റ്റായിട്ടുണ്ട്. ഇന്ന് എടുത്ത ടൈംസൊക്കെ വളരെ അൺഫെമിലിയറാണ്. അതിലിപ്പോൾ എനിക്ക് ആദ്യം അറിയുന്നത് ജിന്തിഷിയും ഗസലും റുബായിയും ആണ്. ഈ 3 പ്രോസ് പോയട്രി, നറേറ്റീവ് പോയട്രി, പെർഫോമൻസ് പോയട്രി ഒക്കെ ഇപ്പം സിലബസിൽ ആഡ് ചെയ്തതാണ്. എനിക്ക് വലിയൊരു അറിവില്ല, പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്തോ ഭാഗ്യത്തിന് എല്ലാ പോയിൻറ്റ്സും വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അത് വളരെ ആപ്റ്റാണ്, വളരെ കറക്റ്റാണ്, വേറെ റെഫർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. പുതിയ ടോപ്പിക് ആയതുകൊണ്ട് സിമ്പിളാണ്. പ്രോസ് പോയട്രി പറയുന്നതിൽ തന്നെ ഉണ്ട് എന്ത് പ്രോസിനെ പോലത്തെ പോയട്രി. നെറേറ്റീവ് പോയട്രി പറഞ്ഞാൽ നറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോവലുണ്ടാവുന്നതാണ്. നെറേറ്റ് ആണ് ഇവൻ്റാണ്. പെർഫോമൻസ് ആണ് പെർഫോം ചെയ്യുക. ഡ്രാമിനെ പോലെ പെർഫോം ചെയ്തിട്ട് പോയിട്ട് ഇപ്പം ഓരോ ലൈൻസും വായിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്നതിനാണ് പറയുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.